സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നതും ഒരുപാട് ഇഷ്ടപ്പെടുന്നതും ഒരുപാട് കാണുന്നതും ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ചില സിനിമകൾ കാണുമ്പോഴാണ് ആ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ തിയേറ്റർ വിട്ട് ഞാൻ പോരുമ്പോൾ എൻ്റെ ഒപ്പം പോരുക, എന്നെ വേട്ടയാടുക, എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുക, എന്നെ ഒരുപാട് വിഷമിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് വല്ലപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനൊരു സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ മുമ്പിലിരുന്ന് ഞാൻ സംസാരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ടൊവിനോ തോമസ് നായകനായിട്ട് വന്ന നരിവേട്ട എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ളത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. നരിവേട്ട എബിൻ ജോസഫിൻ്റെ രചനയിൽ അനുരാജ് മനോഹറിൻ്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമ്മൂട്, ചേരൻ, ആര്യ സലീം, പ്രിയംവദ കൃഷ്ണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് നരിവേട്ട. 2003 നടന്ന മുത്തങ്ങ സംഭവം അങ്ങനെ ആരും മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു. മലയാളം സൗകര്യപൂർവ്വം മറന്ന ഒരു ഇൻസിഡൻറ്റ് മാത്രമായി മാറിയ ഒരുപാട് പാവപ്പെട്ട ആദിവാസി ജനങ്ങൾക്ക് നേരെ സർക്കാരും അതുപോലെ തന്നെ പോലീസും നടത്തിയ അതിക്രമത്തിൻ്റെ ഒരു വലിയൊരു ചരിത്രം നമുക്കുണ്ട്. നമുക്കൊരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കാത്ത, നമ്മുടെ മേലിൽ പുരണ്ട ഏറ്റവും വലിയൊരു ബ്ലാക്ക് മാർക്കായിട്ടുള്ള ഒരു വലിയൊരു ഇൻസിഡൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളത് സൗകര്യപൂർവ്വം മറന്നു. എന്നാൽ ആ മറന്ന കാര്യത്തിനെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ, അതിനെപ്പറ്റി ഓർത്തൊന്ന് ഒരു വിതുമ്പൽ കൊള്ളാൻ വേണ്ടി ഇറക്കിയ ഒരു സിനിമയാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമ. എബിൻ ജോസഫാണ് ഇതിൻ്റെ രചന കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് ആ രചന നിർവഹിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇത്ര ബോൾഡായിട്ട് എഴുതാൻ സാധിച്ചത്, ഇത്രയും റിയലിസ്റ്റിക്കായിട്ട് ആ നടന്ന സംഭവത്തിനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ അവർ കാണിച്ച ആ പ്രയത്നം, ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരുപാട് പ്രശംസിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഈ ചിലപ്പം വീഡിയോയുടെ ലെങ്ത്ത് വലുതാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഭീരമായിട്ട് ഒരുക്കിയ, നമ്മൾ മറന്ന ഒരു കാര്യത്തിനെ വീണ്ടും ഓർമ്മിപ്പിച്ച്, ഇത്രത്തോളം കാര്യങ്ങൾ ആ സമയത്ത് നടന്നിരുന്നു, ഇത്രത്തോളം ക്രൂരതകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, ഇത്രത്തോളം ചതികൾ ഇതിൻ്റെ പിന്നിൽ നടന്നിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന, വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ഗംഭീര ചിത്രം തന്നെയാണ് നരിവേട്ട. മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഇതുപോലുള്ള ചിത്രങ്ങളൊന്നും മലയാളത്തിൽ അങ്ങനെ കൂടുതലായിട്ട് കണ്ടുവന്നിട്ടില്ല. ബട്ട് ഇത് ഒരു എപ്പിക് സാധനം തന്നെയാണ്. ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി നിങ്ങളിത് കാണുക. അനുരാജ് മനോഹർ ഒരു കാറും 4 ആർട്ടിസ്റ്റിനെയും വെച്ച് ഒരു സീറ്റിൻ്റെ എഡ്ജിൽ നമ്മളെ കൊണ്ടിരുത്തിയ ഇഷ്ക് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. അദ്ദേഹത്തിന് ഇത്രയും ആർട്ടിസ്റ്റുകളും ഇത്രയും കാര്യങ്ങളും കൂടി കിട്ടുമ്പോൾ പുള്ളി എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഈ സിനിമ. ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത ഓരോ മൊമെൻറ്റും, സിനിമ തുടങ്ങി തീരുന്നൊരു സമയം വരെ ഓരോ മൊമെൻറ്റും അത്രത്തോളം മനസ്സിലേക്ക് പതിക്കുന്ന രീതിയിൽ അതിനെ ചെയ്തു വെച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. എഴുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു, എബിൻ തോമസിൻ്റെ എഴുത്ത് ഗംഭീരമായിട്ടത് വർക്കൗട്ടായിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, എന്താ പറയുക, ഒരു പടി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പുള്ളിയുടെ ആ ഒരു റേഞ്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് തന്നെയാണ്. ഓരോ മൊമെൻറ്റിലും ഓരോ സിറ്റുവേഷൻസിലും ആ സിനിമയുടെ ഓരോ സീൻസും എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ വളരെ ഗംഭീരമായ രീതിയിലാണ് പുള്ളി അതിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ടൊവിനോ തോമസിൻ്റെ പെർഫോമൻസാണ്. ലാലേട്ടനും മമ്മൂക്കയും തിയേറ്ററിൽ സ്ക്രീനിൽ കരയുന്ന കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അവർ കഴിഞ്ഞ് ഫസ്റ്റ് ടൈം, ഇത്രയും നാളും ടൊവിനോ തോമസിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ടൊവിനോ തോമസ് സ്ക്രീനിൽ കരഞ്ഞപ്പോൾ മനസ്സൊന്ന് പെടച്ചു. അത്ര മികച്ച രീതിയിൽ പുള്ളിയുടെ പെർഫോമൻസുകൾ വളർന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് പടമൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ പുള്ളി ആ ഒരു പിടിച്ചിരുത്തുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് പുള്ളിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ടൊവിനോ തോമസ്, നിങ്ങൾ പൊളിയാണ്. നിങ്ങൾ ഈ നായക കഥാപാത്രത്തിന് ഇത്രത്തോളം വാല്യൂ നൽകുന്ന സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൻ്റെ സ്റ്റാർഡം വലുതാക്കുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോകാതെ നല്ല സിനിമകളിലേക്ക് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഗംഭീരമായിട്ട് ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ നിങ്ങളെക്കൊണ്ട് പറ്റട്ടെ, നിങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾ കണ്ട് ആസ്വദിക്കട്ടെ, ഒരുപാട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ടൊവിനോ തോമസ്, പൊളിച്ചു, ഒന്നും പറയാനില്ല.
ഓരോ ആർട്ടിസ്റ്റുകളും, സുരാജ് വെഞ്ഞാറമ്മൂട് മനസ്സിൽ നിൽക്കുകയാണ്. ബഷീർ എന്ന് പറഞ്ഞ കഥാപാത്രം മനസ്സിൽ നിൽക്കുകയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. സുരാജ് ഏട്ടൻ പൊളിയായിരുന്നു. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയായിരുന്നു. കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലർ, ഇപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. പ്രിയംവദ വളരെ മനോഹരമായിരുന്നു സ്ക്രീനിൽ കാണാൻ. ഒരു നായകൻ്റെ ഒരു കാമുകി എന്നുള്ളതിലുപരി ആ സിനിമയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവുമോ എന്ന് ഞാൻ സിനിമ തുടങ്ങിയ സമയത്ത് ആലോചിച്ചു. പക്ഷേ ആ സിനിമയുടെ ആ പേസിലും പോക്കിലും എല്ലാം ആ ഒരു ക്യാരക്ടറിനും അതുപോലുള്ളൊരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ടായിരുന്നു. അതും എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തി. അടുത്തതായിട്ട് ആര്യ സലീം. CK ജാനു എന്ന് പറയുന്ന ആദിവാസി സമൂഹത്തിന് വേണ്ടി മുന്നിട്ട് നിന്ന ആ നേതാവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ക്യാരക്ടർ ചെയ്ത് ആ ക്യാരക്ടറിനെ ഭദ്രമായിട്ട് പുള്ളിക്കാരത്തി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുന്നൊരു കാര്യം. ഒരുപാട് എന്തൊക്കെയോ ആ 2003 സമയത്ത് ഞാൻ വളരെ കുഞ്ഞാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു സമയമാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിരുന്നു. അന്നേരം ഈ പേര് എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ളൊരു പേരായിരുന്നു CK ജാനു എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം, ഒന്നും പറയാനില്ല. ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗംഭീരം ഗംഭീരം ഗംഭീരം. ചേരൻ, എന്താ പറയുക, ആ ക്യാരക്ടർ ചെയ്യാൻ മറ്റൊരു നടനെ എത്ര ആലോചിച്ചിട്ടും കിട്ടാത്തൊരു സാധനമാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അത് പുള്ളിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഓരോ ചെറിയ നോട്ടം, സംസാരിക്കുന്ന രീതി, ഓരോ വേർഡ്സ് കൈകാര്യം ചെയ്യുന്ന രീതി, ആ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു ചിരി, ഒരു നോട്ടം, മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ഷമീർ മുഹമ്മദാണ് ചിത്രത്തിൻ്റെ എഡിറ്റിങ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പറയേണ്ട ആവശ്യമില്ല. ഹിറ്റ് സിനിമകൾ മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു എഡിറ്ററാണ് ഷമീർ മുഹമ്മദ്. ഇതിലും ഗംഭീര കട്ട്സും ഒരിടത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ ഒരുപാട് നമ്മളെ വലിഞ്ഞ് മുറുക്കുന്ന രീതിയിൽ ഇതിനെ പാക്ക് ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമ കമ്പനിയാണ്. അവർ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ഗംഭീരമായിട്ട് ഇത്ര മനോഹരമായിട്ടൊരു സിനിമ തന്നെ അവർ തന്നതിന് ഒരുപാട് നന്ദി. ഇതുപോലുള്ള നല്ല കണ്ടൻറ്റുകൾ മാത്രം സിനിമയാക്കാൻ ശ്രമിക്കട്ടെ. അത് വലിയ വിജയമായി തീരട്ടെ. ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വേറൊന്നും എനിക്ക് പറയാനില്ല. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കാണ് നഷ്ടം. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യം, നമ്മൾ ലജ്ജിക്കേണ്ട ഒരു കാര്യം. 2003 സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. AK ആൻ്റണി ആയിരുന്നു മുഖ്യമന്ത്രി. ഒരിക്കലും ഇത് ഒരു പാർട്ടിക്കാർ നടത്തിയ ഒരു കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. വർഷങ്ങളായിട്ട് ഓരോ പാർട്ടികൾ മാറി വരുമ്പോഴും ആദിവാസി സമൂഹങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, വീടില്ല. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പോരാട്ടമായിരുന്നു അത്. ആ പോരാട്ടത്തിൽ നിന്ന് അവർക്ക് എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടിയില്ല എന്നുള്ളത്. സ്റ്റിൽ ഇപ്പോഴും ഒന്നും നേടിയിട്ടില്ല. ഏതാണ്ട് 20 വർഷത്തോളം കഴിഞ്ഞു, 22 വർഷത്തോളം കഴിഞ്ഞു. ഇപ്പോഴും അവർക്കൊന്നുമില്ല എന്നുള്ളതാണ് അവരുടെ അവസ്ഥ. അവരുടെ ലൈഫ് എന്ന് മാറും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അതിനുത്തരം ശരിക്കും പറഞ്ഞാൽ ഇല്ല. എന്നവർക്ക് അവരാഗ്രഹിച്ചൊരു കാര്യം നേടാൻ സാധിക്കും എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ആദിവാസി സമൂഹങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, അവരുടെ വീടുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ, അത് കൂടാതെ സിനിമയുടെ തുടക്കത്തിലൊരു പാട്ടുണ്ട്. ആ പാട്ട് ലിറിക്സ് കേട്ട് കഴിയുമ്പം എല്ലാവർക്കും കണക്റ്റ് ആവും. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. സോ ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ ലൈഫ് സ്ക്രീനിലേക്ക് വന്നതിന്. പക്ഷേ അതേപോലൊരു സങ്കടമുണ്ട്. എന്നിനി അവർക്ക് ഇതെല്ലാം മാറി ഒരു നല്ലൊരു സമയം ഉണ്ടാവും എന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത്രേ പറയാനുള്ളൂ. താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഒരിക്കലും മിസ്സാക്കരുത്. അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.